ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കടച്ചക്ക കറിയായിട്ട് കാണാം നമുക്ക് കേട്ടോ. വെരി ടേസ്റ്റിയാണ്. നല്ല ചിക്കൻ കറി പോലെ ഇരിക്കും. വെച്ച് കഴിഞ്ഞാൽ നല്ല വെരി ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കടച്ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന്. ഇപ്പോൾ കടച്ചക്ക കിട്ടുന്ന സീസണല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കും. അതിനായിട്ട് നമുക്ക് ചട്ടിയിലാണ് മൺചട്ടിയിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 സവോളയും കരിവേപ്പിലയും കൂടിയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അധികം സവോള ഇതിലേക്ക് ആവശ്യമില്ല, കാരണം അധികം ഇതിൽ ഒരു മീഡിയം 2 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കരിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് വറുതാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് വേഗം ഉള്ളി ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് എളുപ്പത്തിൽ ഇറക്കാൻ പറ്റണം. അപ്പോൾ കടച്ചക്ക കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചു പോകും. വെരി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് മസാലയൊന്നും അധികം വേണ്ട, മസാല അധികം ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിലർക്ക് മസാല കൂടുതൽ ഇഷ്ടമാവും, അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തു. അത് കഴിഞ്ഞ് മുളക് പൊടി അത് കുറച്ച് 1/2 ടീസ്പൂണോളം, ഇവിടെ കുറച്ച് മുളക് ആവശ്യമുള്ള കാരണം ഞാൻ കുറച്ച് മുളക് എടുത്തു. അപ്പോൾ മുളക് പൊടി 1/2 ടീസ്പൂണോളം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ചെറിയ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് ഗ്യാസ് സിമ്മാക്കിയിട്ട് ഒന്ന് മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിലേക്ക് ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ഇതിലാണ്. പിന്നെ ഗരം മസാലയും ആഡ് ചെയ്തു. ഇത്രയാണ് ഇതിലേക്ക് മസാലയായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉള്ള മസാല നിങ്ങൾ ഇടുക. ഇനി കടച്ചക്ക ആഡ് ചെയ്യാം നമുക്കതിലേക്ക്. ഒരു കടച്ചക്കയുടെ അര ഭാഗമാണ് ഞാനെടുത്ത് വെക്കുന്നത്. അതിലേക്കുള്ള മസാലയാണ് കേട്ടോ ഞാനതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ കടച്ചക്ക നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കത്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും എല്ലാവരും. വെരി ടേസ്റ്റിയാണ് ഈ കടച്ചക്ക മസാല. അത് പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെയും കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ചോറ് മാത്രമല്ല കേട്ടോ, എന്തിൻ്റെയും കൂടി നമുക്കിത് കൂട്ടി കഴിക്കാം. കഴിക്കാത്തവർ പോലും കഴിച്ചു. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക്. ഇനി നമുക്കത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പയിൽ വയ്ക്കാം കേട്ടോ. കുറച്ച് വേവട്ടെ നന്നായിട്ട്. അപ്പോൾ നമുക്കത് മൂടിയിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് അടുപ്പിൽ കിടന്ന് വെന്ത് ഒരു പാകമാവട്ടെ. ഉടഞ്ഞു പോവരുത്. കുക്കറിലൊക്കെ വിസിൽ കൊടുത്ത് ഉടഞ്ഞു പോവും. ഇങ്ങനെ ഈ പരുവത്തിലായി നമ്മുടെ കടച്ചക്ക ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഈ പരുവത്തിലൊക്കെയായി കടച്ചക്ക. അപ്പോൾ വെള്ളം എത്ര നിങ്ങൾക്ക് ആവശ്യമില്ല അതനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. ചിലർക്ക് കുറുകിയ കറിയായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് വെള്ളത്തൂടെയുള്ള കറിയായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇവിടെ ഒരു മീഡിയം സൈസുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തിൻ്റെയും കൂടി കൂട്ടി കഴിക്കാൻ പറ്റാവുന്ന കറി. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ലേശം ഉപ്പ് എനിക്ക് ആഡ് ചെയ്തു കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കടച്ചക്ക നമ്മൾ ഉണ്ടാക്കുന്നത്. വെരി ടേസ്റ്റി. ഇനി ഞാൻ അതിലേക്ക് എന്താ ചെയ്യണം, ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ഒന്ന് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തു. കാരണം തേങ്ങ അരച്ചിട്ട് കഴിഞ്ഞാൽ ചണ്ടി പോലെ കിടക്കും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തേങ്ങാപ്പാലിൽ ലാസ്റ്റിൽ 1/4 പാൽ, ഒരു പാൽ തന്നെ ഒഴിച്ചിട്ടുള്ളൂ, അതെടുത്തിട്ട് ഒഴിച്ചു. ഇനി 1/4 പാലിട്ട് ആദ്യം തിളയ്ക്കേണ്ട. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്കൊരു താളിപ്പാണ്. ചെറിയുള്ളി വെച്ചിട്ട് ഒരു താളിപ്പുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചു. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം. നമുക്കതിലേക്കൊരു ചെറിയുള്ളി വെച്ചിട്ട് ഒരു താളിപ്പുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. വെറും ചെറിയുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. ഓക്കെ, ഇതാണ് ഞാൻ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. പ്ലീസ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താളിക്കൽ ഒഴിച്ചു ചെറിയുള്ളി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന കടച്ചക്ക കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.